തുല്യ ശക്തികളുടെ പോരാട്ടമാകുമെന്നും ഇന്ത്യയെ പാകിസ്ഥാൻ തകർത്തെറിയുമെന്നുമൊക്കെ മുൻ പാകിസ്ഥാൻ താരങ്ങൾ പ്രവചിച്ച മത്സരത്തിൽ അനായാസം പാകിസ്ഥാനെ ഇന്ത്യ തകർത്തുവിട്ടു. 7 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ നേടിയത്. 25 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസിൽ ഒതുക്കി. ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ അവർക്ക് ഓപ്പണർ സയീം അയ്യൂബിനെ നഷ്ടമായിരുന്നു. ഹർദിക് പാണ്ഡ്യയ്ക്കായിരുന്നു വിക്കറ്റ്. തുടർന്ന് 44 പന്തിൽ 40 റൺസ് എടുത്ത ഫർഹാനാണ് അവരുടെ ടോപ്പ് സ്കോറർ. മുഹമ്മദ് ഹാരിസ് 3, ഫഖർ സമാൻ 17, സൽമാൻ അലി ആഗ 3, ഹസൻ നവാസ് 5, മുഹമ്മദ് നവാസ് 0, ഫഹീം അഷ്റഫ് 11, ഷഹീൻ അഫ്രീദി 33, മുഖീം 10, അബ്രാർ അഹമ്മദ് 0 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. ഇതിൽ ഷഹീൻ അഫ്രീദി അവസാന ഓവറിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയതുകൊണ്ടാണ് അവരുടെ സ്കോർ 127 എത്തിയത്. 16 പന്തിൽ 4 സിക്സിന്റെ സഹായത്തോടെയാണ് ഷഹീൻ അഫ്രീദി 33 റൺസ് എടുത്തത്. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുത്തത്. 4 ഓവറിൽ 18 റൺസ് വഴങ്ങി അദ്ദേഹം 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഹർദിക് പാണ്ഡ്യ 1, ജസ്പ്രീത് ബുംറ 2, വരുൺ ചക്രവർത്തി 1, അക്സർ പട്ടേൽ 2 എന്നിവർക്കും വിക്കറ്റുകൾ കിട്ടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ 7 പന്തിൽ 10 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിനെ നഷ്ടപ്പെട്ടെങ്കിലും അഭിഷേക് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത്. 13 പന്തിൽ 2 സിക്സിന്റെയും 4 ഫോറിന്റെയും സഹായത്തോടെ അദ്ദേഹം 31 റൺസാണ് അടിച്ചെടുത്തത്. ഓപ്പണർമാർ രണ്ടും പുറത്തായതിനെ തുടർന്ന് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്ന് 56 റൺസിന്റെ കൂട്ടുകെട്ട് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കി. സൂര്യകുമാർ 37 പന്തിൽ 47 റൺസ് എടുത്ത ഇന്ത്യയുടെ ടോപ്പ് സ്കോററായപ്പോൾ തിലക് വർമ്മ 31 പന്തിൽ 31 റൺസ് എടുത്തു. ശിവം ദുബെ 7 പന്തിൽ 10 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അങ്ങനെ 15.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 131 റൺസ് എടുത്തു. പാകിസ്ഥാന് വേണ്ടി 3 വിക്കറ്റുകളും വീഴ്ത്തിയത് സയീം അയ്യൂബാണ്. അങ്ങനെ അനായാസം പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യ സൂപ്പർ 4ലേക്കുള്ള പ്രവേശനം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്.